ഹലോ, ഇത് ഞാൻ ഒരുപാട് കാലമായിട്ട് ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് മാറ്റി വെച്ചൊരു തുണിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ളൊരു ടോപ്പ് അടിക്കാം. സിമ്പിളായിട്ട് തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കോളർ തന്നെയാണ് വെക്കുന്നത് കേട്ടോ. ഞാൻ തൊട്ട് മുൻപ് കാണിച്ചൊരു വീഡിയോയിലും ഇതേ അളവ് തന്നെയായിരുന്നു കാണിച്ചത്. എനിക്ക് വേണ്ടിയാണല്ലോ അപ്പോൾ ഈ ഒരു അളവ്. അപ്പോൾ 32 ബസ്റ്റ് സൈസ് വരുന്ന എല്ലാവർക്കും ഈ ഒരു മെഷർമെൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെഷർമെൻറ്റ് അനുസരിച്ച് ചേഞ്ച് ചെയ്യാം കേട്ടോ. ഇനി ഫ്രണ്ട് വെട്ടാം കേട്ടോ. ഫ്രണ്ടിൽ വെട്ടുന്ന സമയത്ത് നമ്മൾ പടി ഫുള്ളായിട്ട് ഓപ്പണാണ് വെക്കുന്നത്. അപ്പോൾ പടി വെക്കണം, ഒരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടേക്കണം കേട്ടോ. വീഡിയോയിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല. ഫ്രണ്ടിൽ നമ്മൾ ബട്ടണൊക്കെ വെക്കില്ലേ, ഫുള്ളായിട്ട് ഓപ്പണാണ് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പടി വെക്കുക. അതിന് 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് വേണം നമ്മൾ ബാക്കി തുണി അളവെടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ ഞാൻ പീസ് വെച്ചത് നിങ്ങൾക്ക് കാണാനുള്ളൊരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ തുണിയിൽ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ അതിനനുസരിച്ച് എടുക്കുക. കഴുത്തിൻ്റെ ലെങ്ത്താണ് കുറച്ച് ഡിഫറൻസ് വരുന്നത്. 2-3 ഇഞ്ചാണ് എടുക്കുന്നത്. വീതി സെയിം ആണ് കേട്ടോ, വീതി അതുപോലെ തന്നെയാണ്. പിന്നെ ആം ഹോളിൽ 1/2 ഇഞ്ച് നമ്മൾ കുഴിച്ച് വെട്ടണം. അതായത് നമ്മൾ നേരത്തെ 1.5 ഇഞ്ചിലാണല്ലോ നമ്മൾ ആ കർവ് വരയ്ക്കുന്നത്. അപ്പോൾ ഇത് 1/2 ഇഞ്ചിൽ കർവ് വരയ്ക്കണം. അത് തുണീൻ്റെ കഷത്തിൻ്റെ അവിടെ നമുക്കിങ്ങനെ ചുളുങ്ങിയിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കട്ട് ചെയ്ത പീസ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഡിഫറൻസ് വരുന്നത്. ഇത് ഫ്രണ്ട് പീസാണ് മേലെ ഉള്ളത്. അപ്പോൾ അതിന് ആം ഹോളിൻ്റെ അവിടെ 1/2 ഇഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കവും ഡിഫറൻസ് ആയിരിക്കും. 2 ഇഞ്ച് എക്സ്ട്രാ ഉണ്ടാവും. ആ എക്സ്ട്രാ തുടങ്ങുന്ന അവിടെ ഒന്ന് മാർക്ക് ചെയ്തേക്കാം കേട്ടോ. നമുക്ക് ആ ഒരു അളവ് വെച്ച് നമുക്ക് മടക്കി അടിക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ കൈയാണ് വെട്ടുന്നത് കേട്ടോ. കയ്യിൽ ആം ഹോൾ നമ്മൾ എത്ര എടുത്തിരുന്നതെന്ന് വെച്ചാൽ 6.5 ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ 6.5 മാർക്ക് ചെയ്യാൻ മേലെ, എന്നിട്ട് പ്ലസ് 1.5 കൂടി എടുക്കുക. അതിൻ്റെ മേലെ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അങ്ങോട്ട് കർവ് വരയ്ക്കുക. അങ്ങനെ വരച്ചിട്ട് അത് യോജിപ്പിക്കുക. അതിനുശേഷം താഴെ എത്രയാണോ വരുന്നത് നമ്മൾ കൈയിൻ്റെ വലുപ്പം അതുപോലെ തന്നെ സീം അലവൻസും കൊടുത്തിട്ട് വെട്ടുക കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാം. അതിനായിട്ട് നമ്മൾ ലൈനിങ് വെക്കുന്നത്, ഞാൻ മേലെയുള്ള പീസിന് ചെറിയ പീസിന് മാത്രം ലൈനിങ് വെക്കുന്നുള്ളൂ കേട്ടോ. എൻ്റെ കയ്യിൽ അത്രയും ഉണ്ടായിരുന്നുള്ള പീസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ളായിട്ട് വെക്കാം, ഫുള്ളായിട്ട് വെക്കണം എന്നില്ല, എനിക്കനുസരിച്ച് നോക്കാം കേട്ടോ. ജീൻസിനൊക്കെ യൂസ് ആകുന്ന രീതിയിൽ ഞാൻ മേലെ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ ലൈനിങ്ങും നമ്മൾ പീസും കൂടിയുടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുക. 2 പീസും അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. അതായത് കോളറും കൂടെ വെക്കുക അല്ലേ. കോളർ വെക്കുമ്പോൾ ഇങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി പെർഫെക്ഷൻ കിട്ടും. നമുക്ക് അടിക്കാനൊക്കെ കോളർ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ തെന്നി മാറിപ്പോകുമൊന്നുമില്ല പീസുകൾ തമ്മിൽ. അതുകൊണ്ടാണ് ഇങ്ങനെ അടിക്കുന്നത് കേട്ടോ. ഇനി താഴെക്കൂടി ഒന്ന് അടിച്ചു കൊടുക്കുക കേട്ടോ. താഴത്തെ പീസ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെ താഴെക്കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഫ്രണ്ട് നമ്മൾ കട്ട് ചെയ്തു കേട്ടോ. ഇനി താഴത്തെ പീസ് അറ്റാച്ച് ചെയ്യണം കേട്ടോ. താഴത്തെ പീസ് കട്ട് ചെയ്ത് ഞാൻ കാണിച്ചില്ല കേട്ടോ. നിങ്ങൾക്ക് തുണിയുള്ളതനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ ബാക്കിൽ ലെങ്ത് അനുസരിച്ച് കട്ട് ചെയ്യുക. 2 പീസിൽ നമ്മൾ മേലെ ചെയ്ത പോലെ തന്നെ താഴേക്ക് 2 പീസായിട്ട് മാറ്റണം. അത് 2 ഇഞ്ച് എക്സ്ട്രാ ആയിരുന്നു കേട്ടോ. നമ്മൾ മേലെ ഇട്ട് അതേപോലെ തന്നെ അതിനെ അറ്റാച്ച് ചെയ്യുക. അതിനായിട്ട് നല്ല ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിച്ച് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്യണേ. ഈ ഒരു പീസിൽ ചെറിയൊരു ഡാമേജ് ഉണ്ടായിരുന്നു, ഞാൻ ശ്രദ്ധിച്ചില്ല. കട്ട് ചെയ്ത സമയത്താണ് ശ്രദ്ധിച്ചത് കേട്ടോ. പക്ഷേ ബട്ടൺ ഹോളൊക്കെ വെക്കുന്ന ആ ഒരു സ്ഥലത്താണ്, അതുകൊണ്ട് തന്നെ അത് നമ്മൾ മടക്കി അടിക്കുന്ന സമയത്ത് അത് ഉള്ളിലോട്ട് പോയിക്കോളും. ഇനി നമ്മൾ മടക്കി അടിക്കാം കേട്ടോ. 2 ഇഞ്ച് വെച്ചല്ലോ, അപ്പോൾ നമുക്ക് 1 ഇഞ്ച് ഒരു പ്രാവശ്യം മടക്കി 1 ഇഞ്ച് ഉള്ളിലോട്ട് മടക്കി, അങ്ങനെ 2 ഇഞ്ച് ഉള്ളിലോട്ട് പോകുന്ന രീതിയിൽ മടക്കി അടിക്കാം. ലെങ്ത്ത് താഴെ വരെ മടക്കി അടിക്കാം. 2 ഭാഗത്തും മടക്കി അടിക്കണം കേട്ടോ. ഇനി ബാക്കിലെ പോർഷൻ അറ്റാച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അവിടെ വെച്ചിട്ട് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും അടിച്ചു കൊടുക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം അളവല്ല, നമുക്ക് മറ്റേ പീസില്ലേ ഫ്രണ്ടിൽ വെച്ചിരുന്നത്, അത് നമുക്ക് 4 ഇഞ്ച് പോകുമല്ലോ. കാരണം 2 ഇഞ്ച് അപ്പുറത്തും 2 ഇഞ്ച് ഇപ്പുറത്തും ആയിട്ട് പോകുമല്ലോ. അപ്പോൾ ഇതിൽ എക്സ്ട്രാ 4 ഇഞ്ച് ഇതിലുണ്ടാവും. ഒരു ഭാഗത്ത് 2 ഇഞ്ചും ഒരു ഭാഗത്ത് 2 ഇഞ്ചും ആയിട്ട് 4 ഇഞ്ച് എക്സ്ട്രാ ഉണ്ടാവും. അപ്പോൾ കുറച്ച് അടിച്ചതിന് ശേഷം സൈഡിലായിട്ട് കുറച്ച് പ്ലീറ്റ് എടുത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ആ തുണി കറക്റ്റ് ആവുന്ന വരെ തന്നെ പ്ലീറ്റ് എടുത്ത് കൊടുക്കുക. കുറച്ചേ ഉണ്ടാവുള്ളൂ, അത് കാണാനൊന്നും ഉണ്ടാവില്ല, പക്ഷെ നമുക്കത് കിടക്കുന്നത് ഭംഗിയായിരിക്കും. വെറുതെ വെട്ടിക്കളയണ്ടല്ലോ ആ തുണി, അങ്ങനെ വെക്കാം. വേണ്ടാത്തവർ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു അളവിന് തന്നെ വെട്ടിക്കളയുക കേട്ടോ. ഞാനത് പ്ലീറ്റ് എടുത്ത് വെച്ചിരുന്നു. ഇത് ആദ്യമേ തന്നെ വെട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കിത് പ്ലീറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. പ്ലീറ്റ് എടുത്ത് കാണാനൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ എല്ലാത്തിനും 2 സ്റ്റിച്ച് തന്നെ കൊടുക്കുക. അതിനുശേഷം ഷോൾഡർ ജോയിൻ ചെയ്യാം. 1/2 ഇഞ്ച് വെച്ചാണ് ഷോൾഡർ ജോയിൻ ചെയ്യേണ്ടത്. ലോക്കിട്ട് തന്നെ അടിക്കുക കേട്ടോ, സ്റ്റാർട്ടിങ്ങിലും എൻഡിലും. ഇനി നമുക്ക് സ്ലീവാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ മാർക്ക് ചെയ്തതിന് ശേഷം സെൻറ്ററിൽ തന്നെ വെച്ചതിന് ശേഷം റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും അറ്റാച്ച് ചെയ്യാം. പതുക്കെ ചെയ്താൽ മതി കേട്ടോ. ഒരുപാട് സ്പീഡായിട്ട് ചെയ്യുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ചുളുങ്ങിയിരിക്കും. അപ്പോൾ പതുക്കെ അടിക്കുമ്പോൾ വൃത്തിയിൽ കിട്ടും കേട്ടോ. ഞാൻ തയ്യൽ പഠിച്ചു തുടങ്ങുന്ന സമയത്തൊക്കെ സ്ലീവാണ് എനിക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുള്ളത്. എങ്ങനെ അടിച്ചാലും അത് വൃത്തിയിൽ വരികയേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഞാൻ കുറേ അടിച്ചടിച്ച് പ്രാക്ടീസൊക്കെ ചെയ്തതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വരുന്നുണ്ട്. കുഴപ്പമില്ലാത്ത രീതിയിൽ സ്ലീവ് കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്താണ് തയ്യൽ പഠിക്കുമ്പോൾ ഡിഫിക്കൽട്ടായിട്ട് തോന്നിയെന്ന് കമൻറ്റ് ചെയ്യണേ. അറ്റാച്ച് ചെയ്യുമ്പോൾ 2 സ്റ്റിച്ച് ഇടണം. ലാസ്റ്റ് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്യുന്ന രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ സൈഡ് യോജിപ്പിക്കുക കേട്ടോ.
അതിൽ 4.5 എൻ്റെ കൈയുടെ വണ്ണം വരുന്നത്. അപ്പോൾ അത് വെച്ച് നിങ്ങളെങ്ങനെയാണ് നിങ്ങൾ അളവനുസരിച്ച് ചെയ്യുക. ഇപ്പോൾ 2 ഇഞ്ചായിരുന്നു ഞാൻ സീം അലവൻസ് കൊടുത്തത്. അപ്പോൾ ആ ഒരു 2 ഇഞ്ച് വെച്ചിട്ട് താഴേക്ക് അടിക്കുകയാണ്. ഇനി ഓപ്പൺ വരുന്നത് ഷോൾഡറിൽ നിന്ന് 20 ഞാൻ ഓപ്പൺ എടുത്തേക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ അടിക്കണം. ഓപ്പൺ വെക്കുന്നുണ്ട്. അപ്പോൾ ഷോൾഡറിൽ നിന്ന് കറക്റ്റായിട്ട് 20 അളക്കുക. അവിടെ വെച്ചിട്ട് സ്റ്റോപ്പ് ചെയ്യുക കേട്ടോ, സൈഡ് അടിക്കുന്നത്. അതാണ് ഞാനിപ്പോൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. ഷോൾഡറിൽ നിന്ന് 20. കുറച്ചുകൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ യോക്ക് പോർഷൻ ഇല്ലേ, അവിടെ എൻഡ് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് ഓപ്പൺ അടിക്കുന്നുണ്ടെങ്കിൽ അടിക്കാം കേട്ടോ. അതും നമുക്കൊരു മോഡലായിട്ട് യൂസ് ചെയ്യാം. ഇത് ഞാൻ കുറച്ച് ലെഗിൻസും കൂടി യൂസ് ചെയ്യാവുന്ന രീതിയിലാണ് ഞാൻ 20 എടുത്തത്. ഓപ്പണിൻ്റെ അവിടെ നമ്മൾ 1 ഇഞ്ചാണ് സീം അലവൻസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു 20ൻ്റെ അവിടെ 1 ഇഞ്ച് വരുന്ന രീതിയിൽ മാത്രം മാർക്ക് ചെയ്താൽ മതിയേ. 2 സൈഡും തയ്ച്ചതിന് ശേഷം ഇനി ഓപ്പണാണ് നമുക്ക് തയ്ക്കേണ്ടത്. അതിൽ 1/2 ഇഞ്ചാണ് മടക്കിയെടുക്കുക. 1/2 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ മടക്കിയെടുക്കുക. അപ്പോൾ 1 ഇഞ്ച് അതിൽ പോകും കേട്ടോ. 1/2 ഇഞ്ച് ആദ്യം മടക്കുക, 1/2 ഇഞ്ച് ഒന്നുകൂടി ഉള്ളിലോട്ട് മടക്കുക. ഓപ്പൺ അടിക്കുന്ന ഓരോരുത്തർ രീതിയിലാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് അടിക്കാറ്. ഞാൻ 2 രീതിയിലും ചെയ്യാറുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ഏതെങ്കിലും വീഡിയോയിൽ നമുക്ക് അടുത്ത രീതിയിൽ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ സൈഡ് തയ്ച്ചല്ലോ, അപ്പോൾ അവിടെ നമ്മൾ ലോക്ക് ഇട്ടിട്ടാണ് അടിക്കുന്നത് കേട്ടോ. ആ 20 മാർക്ക് ചെയ്തില്ലേ, അവിടെ ലോക്ക് ഇട്ട് വേണം തയ്ക്കാൻ. അപ്പോൾ അതിൽ നമുക്ക് ഈ ഒരു ക്രോസ് ആയിട്ട് നമുക്കൊരു 2 സ്റ്റിച്ച് ഇടാം. അതിനുശേഷം അത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ താഴേക്ക് മടക്കിയെടുക്കുക. ഇങ്ങനെയാണ് ഓപ്പൺ അടിക്കുക കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം താഴെ 2 ഭാഗത്തും മടക്കിയടിക്കുക. ഇതോടെ നമ്മൾ ഏകദേശം പണി കഴിഞ്ഞു കേട്ടോ. ഇനി കോളർ വെച്ചാൽ മാത്രം മതി. കോളർ നമ്മൾ ലാസ്റ്റാണ് വെക്കുന്നത്. അപ്പോൾ കറക്റ്റ് അളന്ന് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി കോളറൂടെ തയ്ച്ചു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞു കേട്ടോ. അത് ലാസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. വീഡിയോസിൽ എടുക്കുന്നതിന് കുറേ പരിമിതികളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിലോ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെന്നുണ്ടെങ്കിലോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ അതൊക്കെ ശരിയാക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ കോളർ ചെയ്യാനായിട്ട് നമ്മൾ കഴുത്തിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് അളന്നെടുക്കുക. അതിനുശേഷം ഒരു തുണിയിലോട്ട് കട്ട് ചെയ്യുക കേട്ടോ. തുണി മടക്കിയതിന് ശേഷം കട്ട് ചെയ്യണേ. എനിക്ക് തുണി വളരെ കുറവായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. വീതി നമുക്ക് ഒരു 3.5 എങ്കിലും വേണം. പക്ഷേ എനിക്കത് 3 മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ താഴെയാണ് നമ്മൾ ആ കറക്റ്റ് അളന്നെടുത്തില്ലേ, ആ അളവ് താഴെ മാർക്ക് ചെയ്യുക. അതിനുശേഷം മേലെ 1 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്യുക. ഒരു 1/4 ഇഞ്ച് സീം അലവൻസ് വിട്ടിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ചെരിച്ച് കട്ട് ചെയ്യുക. അതിനുശേഷം ഒരു സൈഡ് മടക്കി അടിക്കുക. അതായത് തിരിച്ചിട്ടതിന് ശേഷം കേട്ടോ, തിരിച്ചിട്ട് ഒരു സൈഡ് മടക്കി അടിക്കുക. ചെറുതായിട്ട് അടിക്കാവുള്ളൂ കേട്ടോ. അതിനുശേഷം തിരിച്ചിട്ട് ആ കോർണറുകൾ തമ്മിൽ ഒന്ന് ഉള്ളിൽ കേട്ടോ, ഇത് തിരിച്ചിടാനുള്ളതാണ്, ഉള്ളിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല ഭാഗം ഉള്ളിലാട്ടോ വരുന്നത്. ഓക്കെ, അതിനുശേഷം മറിച്ചിട്ടിട്ട് കോർണറൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ലെവലാക്കുക. കോർണർ നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആണിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുക കേട്ടോ. ഞാൻ ആണി വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അതിലോട്ട് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഉള്ളിലുള്ള ഭാഗത്തോട്ട് മടക്കാത്ത ഭാഗമുണ്ടല്ലോ, മടക്കി അടിക്കാത്ത ഭാഗം, അതാണ് ആദ്യം അറ്റാച്ച് ചെയ്യുന്നത്. സെൻറ്ററിൽ നിന്ന് മാർക്ക് ചെയ്ത ഭാഗത്തു നിന്ന് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും ചെയ്യുക. നമ്മൾ കൈയൊക്കെ ചെയ്തതുപോലെ തന്നെ. മടക്കിയ ഭാഗം പുറത്ത് നല്ല ഭാഗത്തായിട്ടാണ് വരിക. ഈ ഒരു സൈഡിലേക്ക് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. അളവ് കറക്റ്റായിരിക്കണം കേട്ടോ. നമ്മൾ നേരത്തെ എടുത്തിരുന്ന ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം തിരിച്ചിടുക. ആ മടക്കിയ ഭാഗം നല്ല ഭാഗത്തോട്ട് അറ്റാച്ച് ചെയ്യുന്ന രീതിയിലാണ് വരിക കേട്ടോ. കണ്ടോ, നമ്മൾ നേരത്തെ അടിച്ച സ്റ്റിച്ചൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് പോയി, സ്റ്റിച്ച് എവിടെയും കാണില്ല. ഈ ഒരു ഭാഗം നന്നായിട്ട് തന്നെ വൃത്തിയിൽ ചെയ്യുക കേട്ടോ. എല്ലാ സ്റ്റിച്ചും നൂലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ വേറെ സ്റ്റിച്ചൊന്നും പുറത്ത് കാണാത്ത രീതിയിൽ അടിക്കുക. ഇനി കോർണറുകൾ, അതായത് നമുക്ക് സൈഡൊക്കെ ഇല്ലേ, സൈഡൊന്ന് നല്ല വൃത്തിക്കൊന്ന് അടിക്കുക. അത് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോളറിൻ്റെ. ഈ കോളർ കുറച്ച് വലുപ്പം കുറവാണ്, കാരണം എനിക്ക് തുണി തികഞ്ഞില്ലല്ലോ. നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് കൂടുതൽ എടുക്കുക കേട്ടോ. ഓക്കെ, നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി വരുന്നത് ബട്ടൺ ഹോളുമാണ് പിടിപ്പിക്കേണ്ടത്. അത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമുക്ക് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. ബട്ടൺ ഫുൾ ഇട്ടിട്ട് സിമ്പിളായിട്ടൊരു ടോപ്പും, ഇനി യോക്ക് പോർഷൻ താഴേക്ക് അഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീൻസിനൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ കേട്ടോ. ഫുൾ ബട്ടൺസ് അഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ലോങ് സ്ട്രെഗ് ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. മൾട്ടി കളർ ആയതുകൊണ്ട് എല്ലായിടത്തും ചേരും. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റൈൽ കേട്ടോ. ഇത് ബ്ലാക്കാണ്, ഫുൾ ബ്ലാക്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതിനുള്ളിൽ കുർത്തയാണ് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. താങ്ക്